ഹലോ ഗൈസ്, അങ്ങനെ തിരിച്ചൽബേനിയയിൽ എത്തി ഗൈസ്. മൗണ്ടനേഗിൽ ഒന്ന് വണ്ടി ഓടിച്ച് ഉപ്പാട് വന്നു കൊടുക്കുന്ന ചൂടും. ആ എത്ര 37 ഡിഗ്രി ആയില്ലേ? നാട്ടിലേക്കാട്ടും ചൂട്. വരെ പോയായിരുന്നു. ആ പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ റീലായിട്ട് ഇടാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറേ മെസ്സേജ് കിട്ടി, ഇന്ത്യൻ ലൈസൻസിലാണോ വണ്ടി ഓടിച്ചത്, എവിടുന്ന് ബൈക്ക് എടുത്തു, ബൈക്കിനെ പറ്റി ഒരു ലോഡ് ചോദ്യമുണ്ട്. ബൈക്കിനെ പറ്റി ജപ്പാനാണ് ബൈക്കിനെ പറ്റി പറയുന്നത്. യെസ്, അപ്പോൾ ബൈക്ക് നമ്മളെടുത്തത് അൽബേനിയ എന്നാണ് ഗൈസ്. അൽബേനിയയിൽ ബൈക്ക് ഓടിക്കാൻ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് തന്നെ മതി. ഞങ്ങൾക്ക് ആ കൂടെ കൊടുക്കേണ്ടി വന്നത് ഇന്ത്യൻ പാസ്പോർട്ടും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസുമാണ്. അടുത്ത നിങ്ങളുടെ ചോദ്യം ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് വേണമെന്നായിരിക്കും. അതിവിടെ ആരും ഞങ്ങളോട് ചോദിച്ചില്ല, അതുകൊണ്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം മതി. പിന്നെ ബൈക്ക് എടുക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ആദ്യം ഏത് ബൈക്ക് വേണമെന്നാണ് ആലോചിച്ചത്. അതിൽ ഞങ്ങൾ സുസുക്കി V-Strom 650 ആണ് എടുത്തത്. കാരണം ഞങ്ങൾക്ക് കുറഞ്ഞൊരു 650ലും വേണം, കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു, കംഫർട്ടബിൾ, പിന്നെ ഒരു നല്ലൊരു ADV ടൂറർ വേണം. റോഡും അടിപൊളിയായിരുന്നു. ഇതിൽ നല്ല ബൈക്കുകളുണ്ട്, പക്ഷേ ഓഫ് കോഴ്സ് GS ഒക്കെ ഉണ്ടായിരുന്നു, BMW 1250, പക്ഷെ അതിന് കാശ് കൂടും. അതുകൊണ്ട് ഞങ്ങൾ അതെടുക്കാതെ 650 റെസ്ട്രിക്ട് ചെയ്തു. എത്ര യൂറോ ആയിരുന്നു ഈ ബൈക്കിന്റെ ഒരു ബേസിക് ഫിനാൻഷ്യൽസ് പറയണമെങ്കിൽ പെർ ഡേ റെന്റ് അറൌണ്ട് 60 euros ആയിരുന്നു. നാട്ടിലൊരു 6000 രൂപ അതിന്റെ താഴെ ഉള്ളൂ, യൂറോസ് അല്ലേ, നോട്ട് പൗണ്ട്സ്. പിന്നെ ആൻഡ് റെന്റ് 60. പിന്നെ കൺട്രി ക്രോസ് ചെയ്യാൻ വേണ്ടി അവർ ഒരു എക്സ്ട്രാ 100 euros മേടിച്ചു. അത് ടോട്ടൽ ട്രിപ്പിനാണ് അവർ മേടിച്ചത്, പെർ ഡേ അല്ല. പിന്നെ ബോർഡർ ക്രോസിംഗിൽ ഞങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടി വന്നു ഫോർ മോണ്ടനീഗ്രോ, അതിനൊരു 15 euros ആയി, 15 euro. പിന്നെ ഇതൊന്നും അല്ലാതെ ഞങ്ങൾ മറന്നൊരു കാര്യമുണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് കൊടുക്കണം വണ്ടി എടുക്കുമ്പോൾ. അതിനും ഈ പറഞ്ഞ റെന്റിനും നമ്മൾ ഫുൾ ക്യാഷ് കൊണ്ടു നടക്കണം. ക്യാഷ് ആണ് ഇവിടെ മെയിൻ. കോഷൻ ഡെപ്പോസിറ്റ് മാത്രം ഞങ്ങൾ 350 euro സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്യാഷ് എടുത്തോണ്ട് വന്നില്ലെങ്കിൽ അതിൽ നിങ്ങൾ പെടും. ഫുൾ ക്യാഷ് ആണ്. അൽബേനിയ ഫുൾ ഡീലിംഗ്സ് ക്യാഷ് ആണ്. മൗണ്ടനീഗ്രോ പക്ഷേ എല്ലാ കാർഡ് എടുക്കും. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് തിരിച്ച് മേടിക്കുമ്പോൾ പ്രത്യേകം അവരോട് പറയാം യൂറോസിൽ തരാമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും, തിരിച്ച് പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി ഫ്ലൈറ്റ് കയറാണ്. അപ്പോൾ ഇവിടുത്തെ ലെക്ട് കറൻസി ആയിട്ട് ഈ കോഷൻ ഡെപ്പോസിറ്റ് തിരിച്ചു തന്നാൽ ഞങ്ങൾ അത് വെച്ച് എന്ത് ചെയ്യും? പക്ഷേ 3.5 ലക്ഷം രൂപ ലെക്ട് എങ്ങാണ്ട് വരും. അത് വെച്ച് വെറുതെ ഇരിക്കേണ്ടി വരും. സോ ആസ് ഫോർ യൂറോസ്. പിന്നെ എന്താ വണ്ടിനെ കുറിച്ച് വേറെ ഒന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഹെൽമെറ്റ് ഒരു തന്നു, ഹെൽമെറ്റ് ഇൻക്ലൂസീവ് ആയിരുന്നു. ജാക്കറ്റിനൊക്കെ പൈസ കൊടുക്കണമായിരുന്നു. ജാക്കറ്റൊക്കെ പൈസ കൊടുക്കണം, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഗ്ലൗസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സർപ്പന്റൈൻ റൂട്ട് അടിപൊളിയായിരുന്നു. കുറെ കിടിലൻ റോഡ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കാണാം. ഇനി വണ്ടിയുടെ വല്ല ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, താങ്ക് യു. ചിയേഴ്സ് ഗൈസ്.